Question paper revision, chapter 10, mechanical properties of fluids, part 3. 2016 improvement, 7 marks in the question. Consider the flow of a liquid through a pipe of varying cross section. Write the equation of continuity of flow. Equation of continuity എഴുതാൻ വേണ്ടിയിട്ട് നമുക്കറിയാം A1 V1 is equal to A2 V2 അതാണ് equation of continuity. A tank of 5 meter height is filled with water. 5 meter height ഉള്ള ഒരു ടാങ്കിൽ വെള്ളം നിറച്ചിരിക്കുന്നു. കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ഓഫ് ഫ്ലക്സ് ത്രൂ എ ഹോൾ 3 meter ബിലോ ദ സർഫസ് ഓഫ് വാട്ടർ. അപ്പോൾ 3 meter ബിലോ ദ സർഫസ് ഓഫ് വാട്ടറിൽ നമ്മളൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെയുള്ള വാട്ടർ ഫ്ലോന്റെ സ്പീഡ് നമുക്കറിയാം. വി കണ്ടെത്താനുള്ള ഫോർമുല V2 is equal to root of 2gh എന്ന ഫോർമുല പഠിച്ചിട്ടുണ്ട്. 2 into 9.8 into ഇവിടെ hന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ ഡിഫറൻസ് ഇൻ ഹൈറ്റ്സ് ആണ് 5 minus 3. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 6.26 meter per second ആണ്. അടുത്തത് സർഫസ് ടെൻഷൻ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ്സ് ആൻഡ് ഇറ്റ് കോസസ് കാപ്പിലറി റൈസ് ഇൻ സ്മോൾ ട്യൂബ്സ്. സർഫസ് ടെൻഷനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. What do you mean by surface tension? എന്താണ് surface tension? It is the tangential force per unit length. Excess pressure inside a liquid drop is 60 Newton per meter square. അപ്പോൾ excess ഒരു liquid dropലെ excess pressure ഇതാണ്. What will be the excess pressure inside a liquid bubble of the same radius formed by same liquid? Same liquid ഉപയോഗിച്ചിട്ടുള്ള same bubble, സെയിം റേഡിയസ് ഉള്ള ബബിൾ, അതിന്റെ സർഫസ് ടെൻഷൻ എത്രയായിരിക്കുന്നത്? ലിക്വിഡ് ഡ്രോപ്പ് ആകുമ്പോൾ PI മൈനസ് PO is equal to 2s/r ആണ്. അതിന്റെ വാല്യൂ ആണ് 60. ബബിൾ ആകുമ്പോൾ അത് വരുന്നത് 4s/r ആണ്. അപ്പൊ ഡബിൾ ആയി, അതായത് 2 into 60 ആണ്. അപ്പൊ 120 Newton per meter square ആണ്. അടുത്തത്, ഇൻ കേസ് ഓഫ് ഫ്ലൂയിഡ്സ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ബെർണോളിസ് പ്രിൻസിപ്പിൾ. While traveling in aeroplane, it is advisable to remove ink from fountain pen. Why? എയറോപ്ലെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഫൗണ്ടൻ പെന്നിലെ ഇങ്ക് റിമൂവ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നു. കാരണം എന്താണുള്ളത്? അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് പ്രഷർ ഡിക്രീസ്, ഉയരം കൂടുന്നതും പ്രഷർ കുറയുന്നുണ്ട്. ദർ ഈസ് എ ചാൻസ് ഓഫ് ഇങ്ക് ടു കം ഔട്ട്, അപ്പോൾ ഇങ്ക് പുറത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. റെയിൻ ഡ്രോപ്സ് ഫാളിംഗ് അണ്ടർ ഗ്രാവിറ്റി ഡു നോട്ട് അക്വയർ ഹൈ വെലോസിറ്റി. വൈ? അപ്പൊ റെയിൻ ഡ്രോപ്സ് താഴത്തേക്ക് വരുമ്പോൾ ഹൈ വെലോസിറ്റി അറ്റൈൻ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന്? റെയിൻ ഡ്രോപ്സ് അറ്റൈൻ ടെർമിനൽ വെലോസിറ്റി. റെയിൻ ഡ്രോപ്സിന് എന്ത് ലഭിക്കുന്നു? ടെർമിനൽ വെലോസിറ്റി ലഭിക്കുന്നു. അടുത്തത്, വിസ്കോസിറ്റി ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻ ഫ്ലൂയിഡ്സ്. വിസ്കോസിറ്റി ഫ്ലൂയിഡ്സിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. വെൻ എ സ്മോൾ മെറ്റൽ ബോൾ ഈസ് ഫാളിംഗ് ത്രൂ വിസ്കസ് മീഡിയം, വാട്ട് ആർ ദ വേരിയസ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ഇറ്റ്? ഒരു മെറ്റൽ ബോൾ ഒരു വിസ്കസ് മീഡിയത്തിൽ താഴത്തേക്ക് വരുമ്പോൾ ഏതൊക്കെ ഫോഴ്സുകളാണ് അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്നത്? യൂസിങ് ദിസ് അറൈവ് അറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. അത് കഴിഞ്ഞിട്ട് ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ. അപ്പോൾ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതൊക്കെയാണ്. അപ്വേർഡ് ഫോഴ്സ്, 2 ഫോഴ്സുകളുണ്ട്. അപ്വേർഡ് വിസ്കസ് ഫോഴ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബോയൻ ഫോഴ്സും വരുന്നുണ്ട്. ഡൗൺവേർഡ് വെയിറ്റ് ഓഫ് ദി ബോളും വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൽ 6πA𝜂V mg ഈക്വൽ ആണ്. ഇനി നമ്മൾ 6πA𝜂V is equal to m പകരം 4/3πA³ into ρ minus sigma കൊടുക്കുന്നു. ρ minus sigma എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റീസ് ആണ്. A എന്ന് പറഞ്ഞ റേഡിയസ് ആണ്. അതിൽ നിന്ന് നമുക്ക് V is equal to എന്ത് കിട്ടി? 4/3πA³ ρ minus sigma into G divided by 6πA𝜂. പൈ ഒക്കെ ക്യാൻസൽ ചെയ്തു. നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ വിയുടെ ഫോർമുല നമുക്ക് കിട്ടി. അതാണ് V is equal to 2/9A² ρ minus sigma into G divided by eta. അടുത്തത്, a steady flow of a non-viscous liquid shown in figure 1 and 2. Which one of the following figures is incorrect? Why? ഇതിൽ ഏതാണ് ഇൻകറക്റ്റ്? തെറ്റായത് ഏതാണ്? എന്താണ് കാരണം എന്നുള്ളത്? അപ്പൊ ഫിഗർ 1 ഈസ് ഇൻകറക്റ്റ്. അതിനുള്ള കാരണം നമ്മൾ പറയുന്നത്, വെൻ ഏരിയ ഡിക്രീസസ് വെലോസിറ്റി ഇൻക്രീസസ്. അപ്പൊ ഇവിടെ എവിടെയാണ് ഏരിയ ഡിക്രീസ് ചെയ്യുന്നത്? ഈ പോർഷനിൽ ഏരിയ എന്താണ്? കുറവാണ് ഈ 2 പോർഷനിൽ. അപ്പൊ അവിടെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടുന്ന സമയത്ത് എന്ത് പറയുന്നുണ്ട്? പ്രഷർ ഡിക്രീസസ്.
സോ ഹൈറ്റ് ഓഫ് വാട്ടർ ലെവൽ ഡിക്രീസസ്. അപ്പോൾ ഇവിടെ പ്രഷർ കുറയുമ്പോൾ ഈ വാട്ടർ ലെവലിന്റെ ഹൈറ്റ് കുറയും. അപ്പൊ ഇതാണ് ഈ ഫിഗർ 2 ആണ് ശരിയായത്. ഇവിടെ വാട്ടർ ലെവലിന്റെ ഹൈറ്റ് കൂടുകയാണ് ചെയ്തുള്ളത്. അപ്പൊ ഈ ഫിഗർ തെറ്റാണ്. അപ്പൊ നമ്മൾ അവിടുത്തെ ആൻസർ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആൻസർ ഏതാ വരുന്നത്? ഫിഗർ 1 ആണ് ആൻസർ വരുന്നത്. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് പ്രഷർ? പ്രഷറിന്റെ SI യൂണിറ്റ് ഏതാ? പാസ്കൽ ആണ്. ഡിറൈവ് എ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ എക്സസ് ഓഫ് പ്രഷർ ഇൻസൈഡ് എ ലിക്വിഡ് ഡ്രോപ്പ്. അപ്പോൾ ഒരു ലിക്വിഡ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ഉള്ളിലെ പ്രഷർ PI, പുറത്തെ പ്രഷർ PO, റേഡിയസ് R ആണ്. അപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. അതായത് PI മൈനസ് PO ഇൻറ്റു പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു S ഇൻറ്റു 2πr. ഇതിൽ നിന്ന് നമുക്ക് PI മൈനസ് PO ഇസ് ഈക്വൽ ടു 2S/r കിട്ടി. അടുത്തത്, ദ പ്രഷർ ഓഫ് the atmosphere at any point is the weight of the air column of unit cross sectional area. Its unit is bar. Identify the given diagram and write its user. ഈ ഫിഗറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് പറയാണ്. ബാരോമീറ്റർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പ്രഷർ അളക്കാൻ വേണ്ടിയിട്ടാണ്. The above arrangement is placed in an elevator which is accelerating upwards. What happens to the possible height of the liquid column in the tube? Justify. അപ്പോൾ ഈ ബാരോമീറ്ററിനെ നമ്മൾ ഒരു എലിവേറ്ററിൽ ലിഫ്റ്റിൽ വെച്ച് കഴിഞ്ഞു. അത് മുകളിലേക്കാണ് പോകുന്നത്. അതിന്റെ ബാരോമീറ്റർ പ്രഷറിൽ എന്തെങ്കിലും മാറ്റം വരുമെന്ന്? ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. അടുത്തത്, സ്റ്റേറ്റ് പാസ്കൽസ് ലോ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റർ. പാസ്കൽസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യുക ഹൈഡ്രോളിക് ലിഫ്റ്റർ. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഫിഗർ ഇതാണ്. എന്താണ് പാസ്കൽസ് ലോ? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫ്ലൂയിഡ് അണ്ടർ ഇക്വിലിബ്രിയം എക്സർട്സ് സെയിം പ്രഷർ ഇൻ ഓൾ ഡയറക്ഷൻ. ഹൈഡ്രോളിക് ലിഫ്റ്റ് വർക്ക്സ് ബേസ്ഡ് ഓൺ പാസ്കൽസ് ലോ. ഇവിടെ നമുക്ക് P1 is equal to P2 എന്നറിയാം. F1/A1 is equal to F2/A2 ആണ്. A2 is greater than A1, so F2 is greater than F1. The antiseptic used for cuts and wounds in human flesh have low surface tension. നമ്മൾ മുറികളിലൊക്കെ ഉപയോഗിക്കുന്ന ആന്റിസെപ്റ്റിക്കിന് ലോ സർഫസ് ടെൻഷൻ ആണ്. ഡ്യൂ ടു ലോ സർഫസ് ടെൻഷൻ ദേ സ്പ്രെഡ് ഓവർ ദ വൂൺസ് ഈസിലി. ലോ സർഫസ് ടെൻഷൻ കാരണം മുറിയുടെ ഉള്ളിലേക്ക് അതിന് കയറാൻ പറ്റുന്നുണ്ട്. ഇൻ ദ ഫോളോയിങ് ഫിഗർ ദ ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ ഇസ് ഡാഷ്. ആംഗിൾ ഓഫ് കോണ്ടാക്ട് തീറ്റ എന്ന് പറയുന്നത് എങ്ങനത്തെ ആംഗിൾ ആണെന്ന്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. എന്നെയാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. In a capillary tube, water rises to a height. If capillary tube is inclined at an angle 60 degree with the vertical, what will be the length of water column in the tube? അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ഹൈറ്റിൽ കാപ്പിലറി ട്യൂബിലുണ്ട്. അതിനെ നമ്മൾ 60 ഡിഗ്രി ചരിക്കുന്നു. അപ്പോൾ ആ ലെങ്ത്തിലുള്ള വാട്ടർ കോളത്തിന്റെ ലെങ്ത്തിന് എന്താ സംഭവിക്കുകയെന്ന്? The length of the water column in the tube increases. Length increase ചെയ്യും since pressure remains same and height remains same. അപ്പോൾ വെർട്ടിക്കൽ ഹൈറ്റ് സെയിം ആയിരിക്കും, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഹൈറ്റിൽ വന്ന് നിൽക്കും. അതുകൊണ്ട് ആ വാട്ടർ കോളത്തിന്റെ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്.